Hello students, because in characterization of regularity, given a point and an open set containing the point instead of a point and a closed set not containing x. Using this characterization, we can prove regularity by taking a point and an open set containing the point. This is the peculiarity of that characterization, and family of closed neighborhoods forms a local base at x is followed by the second statement. Then similar characterization for normality is also stated and proved in your separation axioms. Normality ke idupole thanne oru characterization. Normal ഇത് യൂഷ്വൽ ആയിട്ടുള്ളത് രണ്ട് ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സെറ്റ്സ് സി ആൻഡ് ഡി, രണ്ടും ക്ലോസ്ഡ്. സി ഡി ക്ലോസ്ഡ്, സി ഇന്റർസെക്ഷൻ ഡി ഈക്വൽ ടു 5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ ഇഫ് യു ക്യാൻ ഫൈൻഡ് ഓപ്പൺ സെറ്റ്സ് യു വി ഓപ്പൺ സെറ്റ്സ് ഡിസ്ജോയിന്റ് ആണ്. എന്താ? സി ഈസ് എ സബ്സെറ്റ് ഓഫ് യു, ഡി ഈസ് എ സബ്സെറ്റ് ഓഫ് വി ആൻഡ് യു ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു 5. This is a definition and characterization of normality. So first one, x is normal. Given a topological space, the following statements are equivalent. X is regular എന്നുള്ളതിന് പകരം x is normal. Second one, മറ്റൊരിടത്ത് എന്താ സംഭവിച്ചത്? ഒരു പോയിന്റും ക്ലോസ്ഡ് സെറ്റും ഒരു പോയിന്റും ഓപ്പൺ സെറ്റും. ഇവിടെ രണ്ട് ക്ലോസ്ഡ് സെറ്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ആളെ ഇവിടെ അതേപോലെ തന്നെ നിർത്തുവായത്, ഇവിടെ അത് അതുപോലെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ആൾ ക്ലോസ്ഡ് സെറ്റാണ്. For all closed sets C and അതുമായിട്ട് കോമൺ പോയിന്റ് ഇല്ലാത്ത ഡിക്ക് പകരം ആൻഡ് an open set G containing C, open set G containing C, ഇത്രയും തന്നു. There exists an open set ഒരെണ്ണം മതി. മറ്റേത് രണ്ട് യുവും വിയും കണ്ടുപിടിച്ച് കൊടുക്കണമായിരുന്നു. There exists an open set H such that അങ്ങനെ ആയിരിക്കും. C is a subset of H. X is a member of H പോലെ containing X പോലെ H containing C and തിരിച്ചെഴുതിയേക്കുന്നേ ഉള്ളൂ. ആൻഡ് ഇവിടെ അതുപോലെ തന്നെ H closure is a subset of ഒരു ഓപ്പൺ സെറ്റ് ജി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. എച്ച് ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. അപ്പോൾ മറ്റേതുപോലെ തന്നെ ഒരെണ്ണം ഒരു ക്ലോസ്ഡ് സെറ്റാണ്, രണ്ടും ക്ലോസ്ഡ് സെറ്റാണ്. അവിടെ ഒരു പോയിന്റിന് നിർത്തുന്ന സ്ഥാനത്ത് ഇവിടെ ഒരു ക്ലോസ്ഡ് സെറ്റിനെ നിർത്തേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് തേർഡ് വൺ, അത് മുമ്പിലത്തെ അത്ര പോലും ഇല്ല, ഇവിടെ ലോക്കൽ ബേസിലേക്ക് പോയി. ഇവിടെ അങ്ങനെ ഒന്നും പോകുന്നില്ല. ഫോർ എനി ക്ലോസ്ഡ് സെറ്റ് മുമ്പത്തെ തന്നെ for any closed set C and an open set G containing X, containing C, there exists an open set. മുമ്പ് പറഞ്ഞ there exists an open, അതിൻ്റെ വേറൊരു ഫോമാണ് പറയുമ്പോൾ there exists an open set H and a closed set K and ഒരാൾ മതി എന്നായിരുന്നു നമ്മൾ പറഞ്ഞു. ഹാഫ് സെറ്റ് ക്ലോസ്ഡ് സെറ്റ് കെ പുതിയ ആളൊന്നും അല്ല കേട്ടോ. ആൻഡ് ക്ലോസ്ഡ് സെറ്റ് കെ സച്ച് ദാറ്റ് എങ്ങനെയാണ്? സി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച് കണ്ടെയ്ൻഡ് ഇൻ എച്ച് ക്ലോഷർ സബ്സെറ്റ് ഓഫ് ജി. ഇത് തന്നെ എഴുതാൻ പോകുന്നത്. ഈ എച്ച് ക്ലോഷറാണ് നമ്മൾ പറയാൻ പോകുന്ന പുതിയത്. കണ്ടെയ്ൻഡ് ഇൻ എച്ച്, കണ്ടെയ്ൻഡ് ഇൻ കെ, അത് എച്ച് ക്ലോഷറാണ്. അതിനെ പേര് മാറ്റി വിളിച്ചോന്ന് പറയാനുള്ളൂ. കണ്ടെയ്ൻഡ് ഇൻ ജി പഴയ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. എച്ച് ക്ലോഷർ ഒരു ക്ലോസ്ഡ് സെറ്റാണ്. അപ്പോൾ ഒരു ഓപ്പൺ സെറ്റ് എച്ചും ആ ഓപ്പൺ സെറ്റ് ക്ലോഷറിനകത്താം. അപ്പോൾ അതിങ്ങനെ നമുക്ക് കെ എന്ന് പറയുന്നത് ആക്ച്വലി എച്ച് ക്ലോഷറായിട്ട് സെറ്റ് ചെയ്താൽ മതി. നമുക്കിത് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ പ്രൂഫ് ഒന്നും ഇല്ലാന്ന് മനസ്സിലായില്ലേ? ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ സെറ്റ് എച്ച് ക്ലോഷർ ഈക്വൽ ടു കെ. അപ്പോൾ ഇതായി കഴിഞ്ഞു. അത്രയൊക്കെ ഉള്ളൂ പ്രൂഫിൻ്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിങ്ങളിത് പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയൊന്നും പറയേണ്ട, എളുപ്പമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നോർമാലിറ്റിയുടെ ക്യാരക്ടറൈസേഷൻ. ഇത് റെഗുലാരിറ്റിയുടെ അധികമില്ല, റെഗുലാരിറ്റിയുടെ ഉണ്ട്. റെഗുലാരിറ്റിയുടെ നോർമാലിറ്റിയുടെ ഈ ക്യാരക്ടറൈസേഷൻസ് നമുക്ക് കൂടുതലായിട്ടും
അടുത്ത സെമസ്റ്ററിലെ പോർഷൻസിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് അത്യാവശ്യമാണെന്ന് വിചാരിച്ച് പഠിക്കുക. ഇനി സെപ്പറേഷൻ ആക്സിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തിയറം ഉള്ളത് റെഗുലാരിറ്റി ഒരു ഹെറിഡിറ്ററി പ്രോപ്പർട്ടിയാണ് എന്നുള്ള പ്രൂഫാണ്. അത് നിങ്ങൾക്ക് റെഗുലാരിറ്റിയുടെ ഡെഫിനിഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഹെറിഡിറ്ററി പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതാണ്. ഹെറിഡിറ്ററി പ്രോപ്പർട്ടി മീൻസ് എന്നാ പറയുക, സ്പേസ് ഹാസ് ഓർഡർ ആസ് എവരി സബ്സ്പേസ് ഓഫ് ഇറ്റ്. സ്പേസിനുള്ളപ്പോൾ സബ്സ്പേസിന് ഉണ്ടാകുന്ന പ്രോപ്പർട്ടിയാണ് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. റെഗുലാരിറ്റി അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് സെപ്പറേഷൻ ആക്സിയംസിലെ ലാസ്റ്റ് തിയറം. സെപ്പറേഷൻ ആക്സിയംസ് കൂടാതെ ലോക്കൽ കണക്റ്റഡ്നെസ് ആൻഡ് പാത്സ് എന്നൊരു പോർഷനും കൂടി നിങ്ങൾക്ക് ആ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് പിന്നത്തെ സെമിസ്റ്ററിലേക്ക് വലിയ ആവശ്യമൊന്നും വരുന്ന കാര്യമല്ല. നമുക്ക് ഇവിടെ കൊണ്ട് അത് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് പിന്നെ ചെയ്യാം. വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മൾ സെമസ്റ്റർ 2ൻ്റെ പോർഷൻസിലേക്ക് ഉടനെ തന്നെ കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് സെമസ്റ്റർ 2 സ്റ്റാർട്ട് ചെയ്യുകയും തീർക്കുകയും ഒക്കെ വേണം. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ് മുതൽ സെമസ്റ്റർ 2 ആയിരിക്കും. അടുത്ത വീഡിയോ മുതൽ സെമസ്റ്റർ 2ൻ്റെ വീഡിയോസ് ആയിരിക്കും ഞാനിത്